കേരളത്തിന്റെ വികസന രംഗത്ത് പുത്തൻ അധ്യായം കുറിച്ചുകൊണ്ട് ഹരിത കേരളം പദ്ധതിക്ക് തുടക്കമായി. കളത്തറയ്ക്കൽ പാടശേഖരത്തിൽ ഞാറ് നട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹരിത കേരളം പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. നാടിന്റെ ഭാവി മുന്നിൽ കണ്ട് രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒന്നിക്കേണ്ട സമയമായെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. ഹരിത കേരളം, ഇത് ഹരിത കേരളം. വരണ്ടുണങ്ങിയ പാടശേഖരങ്ങളിൽ സമൃദ്ധിയുടെ പച്ചപ്പ്, അടഞ്ഞ നീരുറവകൾക്ക് പുതുജീവൻ, പൊതുസ്ഥലത്ത് വലിച്ചെറിയാത്ത മാലിന്യ സംസ്കരണം. ജനകീയാസൂത്രണത്തിന് ശേഷം ഇടതുപക്ഷം വിഭാവനം ചെയ്യുന്ന ബൃഹത് പദ്ധതിയാണ് ഹരിത കേരളം. കേരളത്തിന്റെ തെക്കേയറ്റത്ത് കൊല്ലയിൽ പഞ്ചായത്തിൽ കളത്തറയ്ക്കൽ പാടശേഖരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ ആദ്യ ഞാറ് നട്ടു. നാടിന്റെ സമൃദ്ധിക്ക് രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചിറങ്ങണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഒരു സർക്കാർ പദ്ധതിയല്ല, സർക്കാർ ഒരു കാര്യം പറയുന്നു എന്ന് മാത്രം. നമ്മളെല്ലാവരും കൂടിയാണ് നടപ്പാക്കേണ്ടത്. എല്ലാവരും കൂടി എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്, എല്ലാ ജാതി മതസ്ഥരുമുണ്ട്, എല്ലാ അഭിപ്രായക്കാരുമുണ്ട്. കാരണം അവർക്കെല്ലാം ഈ നാട് ആവശ്യമാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന നാട് നമ്മുടെ കാലശേഷം മറ്റു ഭാവി തലമുറയെ നമ്മൾ ഏൽപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ നല്ല നാടായിരിക്കണം ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഭാവി കണ്ടുകൊണ്ടൊരു പ്രവർത്തനമാണിത്. കൃഷിയെ സ്നേഹിക്കുന്നവരുടെ കയ്യിലാണ് പദ്ധതിയുടെ വിജയമെന്ന് ബ്രാൻഡ് അംബാസഡർ കൂടിയായ ഗാനഗന്ധർവൻ KJ യേശുദാസ്. തുരുമ്പ് പിടിക്കുന്ന ഒരു കിരീടമാണ് എൻ്റെ തലയിൽ തന്നിരിക്കുന്നത്. ആ തുരുമ്പ് പിടിക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായും ഓരോരുത്തരും, പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾ മുതൽ കൊണ്ട്, അദ്ദേഹം പറഞ്ഞതുപോലെ കുഞ്ഞുമക്കൾ മുതൽ കൊണ്ട് വയ്യാതിരിക്കുന്ന പ്രായം ചെന്ന ആളുകൾക്ക് പോലും തൻ്റെ ശരീരത്തെ ശുദ്ധതയോടുകൂടി ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കാനൊക്കും, ഇനിയും ഈ കേരളത്തിനെ രക്ഷപ്പെടുത്താനൊക്കും. വിഷരഹിത പച്ചക്കറിക്ക് പ്രചോദനം പാകിയ ചലച്ചിത്ര താരം മഞ്ജു വാര്യരും ചടങ്ങിന് സാക്ഷിയായി. ഇപ്പൊ നമ്മുടെ സംസ്ഥാനം കൃഷിയെ ഭയങ്കര അധികമായി സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്ത കാലത്തുണ്ടായ കേരളത്തിലെ ഒരു വലിയ സാമൂഹ്യ മാറ്റമാണ്, സാമൂഹ്യ മുന്നേറ്റമാണ് ഇത് എന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. അതിന് ഒരു കടുകുമണിയോളം ആണെങ്കിൽ പോലും അതിൽ ചെറിയൊരു പങ്ക് വഹിക്കാൻ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനം തോന്നിക്കുന്നൊരു കാര്യമാണ്. മന്ത്രി AK ബാലൻ, ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ തുടങ്ങിയവർ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിത കേരളം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.